ഹായ് ഓൾ. ഇന്ന് ജസ്പെയ്ഡ് ഇന്റർനാഷണൽ എന്ന കമ്പനിയുടെ ഒരു ഏർണിംഗ് സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ജസ്പെയ്ഡ് എന്ന ഈ കമ്പനിയോട് അസോസിയേറ്റ് ചെയ്ത് വളരെ സീരിയസ് ആയിട്ട് ഏറ്റെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് കടക്കാം. ഷേപ്പ് ഓഫ് ജസ്പെയ്ഡ്. യെസ്, ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റും അത് തന്നെയാണ്. ഷേപ്പ് ഓഫ് ജസ്പെയ്ഡ്. ജസ്പെയ്ഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ആ ഒരു രൂപം എന്താ? തീർച്ചയായിട്ടും ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. കഴിവതും നിങ്ങൾ ഇതിനെ കൂടുതലായിട്ട് പഠിക്കാനായിട്ട് തയ്യാറായിക്കൊണ്ട് ഈ വീഡിയോ ഒരു ലേണിംഗ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എവർക്കും സാധിക്കട്ടെ എന്നും ഞാൻ ആദ്യമായി തന്നെ ആശംസിക്കുകയാണ്. സോ നമുക്ക് സാധാരണ അറിയാം, ഇന്ന് നമ്മളുടെ ചുറ്റുമുള്ള കേരളത്തിൽ നമ്മളെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ കാണുന്ന ഈ പല ബ്രാൻഡുകളും നമുക്ക് സുപരിചിതമായ ബ്രാൻഡുകളാണ്. ലുലു ആയിക്കോട്ടെ, വി ഗാർഡ് ആയിക്കോട്ടെ, KFC ആയിക്കോട്ടെ, ആമസോൺ ആവട്ടെ, അങ്ങനെ അനവധി കമ്പനികളെ കുറിച്ച് നമുക്ക് നല്ല ധാരണയുണ്ട്. ഇവിടെ നമ്മൾ കണ്ടേക്കുന്നത്, നമ്മൾ നമ്മുടെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ മേടിക്കാൻ പല സർവീസുകളിലായിട്ടുള്ള, പല സെഗ്മെന്റുകളിലായിട്ടുള്ള പല കമ്പനികളാണിവ. ഇവയിൽ ഒരു പ്രത്യേകതയുണ്ട്. കസ്റ്റമേഴ്സ് ആർ ഓൾവേസ് കസ്റ്റമേഴ്സ്. വാങ്ങുന്നവരെന്നും വാങ്ങുന്ന വ്യക്തികളായി മാത്രം അവശേഷിക്കുകയാണ്. എന്നാൽ ഇവിടെ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ജസ്പെയ്ഡ് ഇന്റർനാഷണൽ എന്ന കമ്പനി കസ്റ്റമേഴ്സ് കുഡ് ബി എ ബിസിനസ് മാൻ. ഒരു സാധാരണക്കാരനായ ഒരു ഉപഭോക്താവ് ഒരു വാണിജ്യ മേഖലയിലൂടെ എത്തപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് ജസ്പെയ്ഡ് എന്ന കമ്പനിയിലൂടെ സ്വായത്തമാക്കുന്നത്. അപ്പൊ എന്താണ് ജസ്പെയ്ഡ് എന്ന് നമ്മൾ ഒന്നുകൂടെ ചിന്തിച്ചാൽ, പല മാനുഫാക്ചറിൽ നിന്നും ബ്രാൻഡഡ് ആയിട്ടുള്ള, നോൺ ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനികളുടെ പ്രൊഡക്ട്സുകൾ ജസ്പെയ്ഡ് ഇന്റർനാഷണൽ എന്ന കമ്പനിയിലേക്ക് വന്നിട്ട് അത് ജസ്പെയ്ഡിന്റെ ഇ കൊമേഴ്സ് എന്ന പ്ലാറ്റ്ഫോമിലൂടെയും സ്റ്റോഴ്സുകൾ എന്ന പ്ലാറ്റ്ഫോമുകളിലൂടെയും കസ്റ്റമേഴ്സിലേക്ക് കൊടുക്കപ്പെടുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ജസ്പെയ്ഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇന്ന് പോസ്റ്റ് കോവിഡ് അല്ലെങ്കിൽ കോവിഡിന് ശേഷം ഇന്ന് വളരെ ശക്തമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഓൺലൈൻ കൊമേഴ്സ് എന്ന് പറയുന്നത്. ആ ഓൺലൈൻ കൊമേഴ്സിൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് വളരെ അധികമായിട്ട് അറിയാവുന്ന ഒരു കമ്പനിയും ആമസോൺ എന്ന കമ്പനി തന്നെയാണ്. അപ്പോൾ 1995 ആരംഭിച്ച് 2012 ഇന്ത്യയിൽ വന്ന് 2020 കൂടി ആമസോൺ ഒരു വലിയ രീതിയിലൊരു ഇമ്പാക്ട് ഇന്ത്യൻ മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോലും, പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ഒരുപാട് ഡിസ്കൗണ്ടുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും, അവിടെ സാധാരണക്കാരന് അവരുടെ കുടുംബത്തിലേക്ക് ഒരു വരുമാന മാർഗം നൽകാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെയെങ്കിൽ ഇവിടെയാണ് ജസ്പെയ്ഡ് ഇന്റർനാഷണലിലൂടെ ഒരു ഇ കൊമേഴ്സ് മേഖല നമ്മൾക്ക് വരുമാന മാർഗത്തിന് ഒരു സാധാരണക്കാരായുള്ള ആൾക്കാർക്കും, അത് മാനുഫാക്ചേഴ്സ് അല്ലാത്തവർക്കും ഒരു സർവീസ് മേഖല യൂസ്ബിൾ ആക്കാൻ സാധിക്കുന്ന ഫീസിബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ജസ്പെയ്ഡ് ഇന്റർനാഷണൽ. ഒപ്പം തന്നെ സ്റ്റോറുകൾ, നമുക്കറിയാം, റിലയൻസിന്റെ സ്മാർട്ടുകളും മോറും പോലൊക്കെ തന്നെയുള്ള സൂപ്പർ മാർക്കറ്റ് ശൃംഖലകളും ജസ്പെയ്ഡിൽ ഇന്ന് ഓരോ സ്റ്റോക്ക് പോയിന്റുകളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ചുരുക്കത്തിൽ പറഞ്ഞാൽ, കസ്റ്റമേഴ്സ് ആർ ഓൾസോ ദ പ്രോഫിറ്റ് ഷെയർ ഹോൾഡേഴ്സ്. കമ്പനിയുടെ ലാഭത്തിന്റെ ഷെയർ ഹോൾഡേഴ്സും കൂടെയാണ് ഇവിടെ ഓരോ കസ്റ്റമേഴ്സും. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ആശയം നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാവണം. ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. അല്ലെ, നമ്മള് TV പരസ്യത്തിൽ പണ്ട് നമ്മുടെ ഐഡിയ എന്ന് പറഞ്ഞൊരു സിമ്മിന്റെ പരസ്യത്തിനുണ്ടായിരുന്ന ഒരു വാചകമാണ്, അല്ലെ, ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. യെസ്, അതൊരു ഏറ്റവും ആപ്തമായിട്ടൊരു വാചകം തന്നെയാണ്. പക്ഷേ അത് ആ ഐഡിയ നമ്മുടെ ജീവിതത്തിൽ ചേഞ്ച് ആവണമെങ്കിൽ ഒരു കാര്യമുണ്ട്. അത് ഈ ഒരു ബിസിനസ് ആണെങ്കിൽ പ്രത്യേകിച്ചും ആ ബിസിനസ് നമ്മുടെ മാർക്കറ്റിലേക്ക് കറക്റ്റായി എത്തിക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നതിലായിരിക്കും അതിൽ കൂടുതൽ സക്സസ് ഉണ്ടാവുക. അപ്പോ ഇവിടെയാണ് നമ്മൾ കണ്ടു, അല്ലെ, ഇവിടെ ഇന്ന് സീരിയസ് ആയിട്ട് ജസ്പെയ്ഡ് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള മാത്രം വീഡിയോ ആണ് ഞാനിത് പറയാനുള്ള റീസൺ ഇതാണ്. കാരണം ഇന്ന് ജസ്പെയ്ഡ് എന്ന് പറയുന്ന കമ്പനിയിൽ ഇ കൊമേഴ്സ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെൽനസ് പ്രൊഡക്ട്സുകൾ, ഓട്ടോമൊബൈൽസ്, അങ്ങനെ വൈവിധ്യമാർന്ന ഒരുപാട് കാറ്റഗറികളുണ്ട്. പക്ഷെ ബിസിനസ് ചെയ്ത് വരുമാനം നേടാനും ഒരു സോഴ്സ് ഓഫ് ഇൻകം ഡെവലപ്പ് ചെയ്യാനും, ഒപ്പം ഒരു ടൈപ്പ് ഓഫ്
ഫാമിലി സ്റ്റാൻഡേർഡ് കൂട്ടാനും ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് ഏറ്റവും ജസ്പെയ്ഡിലെ ഏറ്റവും നല്ലൊരു ചോയ്സ് ആണ് നമുക്ക് പറയാൻ സാധിക്കും ജസ്പെയ്ഡിന്റെ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അവിടെ റിയൽ എസ്റ്റേറ്റിൽ നമുക്ക്, നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർക്കറിയാം, സാൻഡൽവുഡ് പ്ലാന്റേഷൻ എന്നത് ജസ്പെയ്ഡ് വളരെ ശക്തമായിട്ട് ഇന്ന് പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് തന്നെ ഒരു എക്സാമ്പിൾ ആക്കി തന്നെയാണ് ഇതിന്റെ ഏർണിംഗ് സ്റ്റെപ്സിനെ കുറിച്ച് നമ്മൾ വിശദീകരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ റിയൽ എസ്റ്റേറ്റിൽ 3 വൈവിധ്യമാർന്ന പ്രൊജക്ടുകളുണ്ട്. ആദ്യത്തേത് നമുക്കറിയാം സാൻഡൽവുഡ് പ്ലാന്റേഷൻ. 5 സെന്റ് സ്ഥലത്തിൽ ആധാരം ചെയ്ത് അതിനുള്ള എല്ലാ ഗവൺമെന്റ് ഡോക്യുമെന്റ്സും നൽകിക്കൊണ്ട് 20 ചന്ദനമരം 15 വർഷത്തേക്ക് എഗ്രിമെന്റ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സാൻഡൽവുഡ് പ്ലാന്റേഷൻ 20 ചന്ദനമരത്തിന്റെ സിസ്റ്റം. രണ്ടാമത്തേതിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം കോട്ടേജ്. 16 ചന്ദനമരവും ഒരു എ ഫ്രെയിം കോട്ടേജും നമ്മുടെ ഏകദേശം ബാക്കി വരുന്ന 4 സെന്റിൽ 1 സെന്റിൽ ഏകദേശം ഒരു 400 മീറ്ററിലായിട്ട് ഒരു ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് പ്രൊപ്പോർഷനിൽ നമ്മൾ ഒരു എ ഫ്രെയിം കോട്ടേജും ഒരു 3 സ്റ്റാർ ഫെസിലിറ്റിയോട് കൂടിയ എ ഫ്രെയിം കോട്ടേജും അതിൽ ഒരു ബെഡ്റൂം, ഒരു കിച്ചൺ, ഒരു ബാത്റൂം. അപ്പോ ഈ ഒരു പ്രൊജക്റ്റാണ് രണ്ടാമത്തത്. ദെൻ മൂന്നാമത്തെ പ്രൊജക്ട് നമുക്കറിയാം കമ്പനിയുടെ കൂടെ ഒരു പാർട്ട്ണർ ആകുക. ആദ്യത്തേത് രണ്ടും ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ മൂന്നാമത്തെ പ്രൊജക്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കമ്പനിയുടെ പാർട്ട്ണർ ആകുക എന്നുള്ളതാണ്. അപ്പോൾ ജസ്പെയ്ഡ് പ്രോപ്പർട്ടീസ് LLPയിലൂടെ ആരംഭിച്ച LLPയുടെ പാർട്ട്ണർഷിപ്പ് ഫേമായിട്ടുള്ള ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്ന ആ ഒരു കൺസെപ്റ്റിനെ ആസ്പദമാക്കി സെൻട്രൽ MCA മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ ഒഫീഷ്യലായി രജിസ്റ്റർ ചെയ്തുകൊണ്ടുള്ള ആ ഒരു പാർട്ട്ണർഷിപ്പ്. ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഞാൻ ഒന്നുകൂടെ അതിലേക്ക് റിപ്പീറ്റ് ചെയ്തേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്, ജസ്പെയ്ഡിലുള്ള ഏർണിങ്സ് കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റുകൾ ഒന്നാണ് എന്താണ് RBയും എന്താണ് RPയും. കാരണം ഇന്ന് ജസ്പെയ്ഡിലൂടെ ലഭിക്കുന്ന എല്ലാ പ്രൊഡക്റ്റുകൾക്കും നമുക്ക് റെഫറൽ ബോണസും ഉണ്ടാവും, റിവാർഡ് പോയിന്റുകളും ഉണ്ടാവും. അപ്പൊ എന്താണ് ഒരു റെഫറൽ ബോണസ്, ഒരു റിവാർഡ് പോയിന്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ അതിന് 25 രൂപ അല്ലെങ്കിൽ 25 ഒരു റെഫറൽ ബോണസിന്റെയും ഒരു റിവാർഡ് പോയിന്റിന്റെയും വാല്യൂ. ഒരു റെഫറൽ ബോണസ് 25 രൂപയും ഒരു റിവാർഡ് പോയിന്റ് 25 വോളിയവും ആകുന്നു. അപ്പൊ 25 വോളിയത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാം. പക്ഷെ റെഫറൽ ബോണസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും, കസ്റ്റമർ ആയതിനു ശേഷം നമ്മൾ പിന്നീട് പർച്ചേസ് ചെയ്ത് ജസ്പെയ്ഡിന്റെ ഒരു ഒഫീഷ്യൽ കസ്റ്റമർ ആയതിനു ശേഷം ഇന്ന് ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ മേടിക്കുന്ന പ്രൊഡക്ട്സിന്റെ റെഫറൽ ബോണസുകൾ വരുന്നുണ്ടാവും. ആദ്യത്തെ റെഫറൽ ബോണസ് നമ്മുടെ സ്പോൺസറിനാണെങ്കിൽ പിന്നീടുള്ള റെഫറൽ ബോണസ് ആ കസ്റ്റമറിന് അധികാരപ്പെട്ടതായിട്ട് ഇന്ന് കമ്പനി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് റെഫറൽ ബോണസ് എന്ന് പറയുന്ന ആ ഒരു നമ്പർ എത്രയാണോ അതേ മൾട്ടിപ്ലൈഡ് ബൈ 25 ആണ് നമ്മൾക്ക് ലഭിക്കുന്ന എമൗണ്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ 2000 RB റെഫറൽ ബോണസ് എന്ന് പറഞ്ഞാൽ 50,000 രൂപയാണ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അത് കോട്ടേജിന് എടുക്കണമെങ്കിൽ 4000 RB ആണ്, അതായത് 1,00,000 രൂപ. ഇപ്പോൾ നിലവില് ഓഗസ്റ്റ്, ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഓഗസ്റ്റ് 2024 ഇപ്പോഴത്തെ കണക്കാണിത്. ഇത് മാറാം, ഇത് കൂടാം, ഇത് കുറയാം, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കമ്പനി. ഏതായാലും 4000 റെഫറൽ ബോണസ് എന്ന് പറഞ്ഞാൽ 1,00,000 രൂപ. ഇനി അത് LLPയുടെ ഷെയർ പ്രോഫിറ്റിന്റെ ഇതിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് പെർ ലാക്കിന് നമ്മൾ 10% വെച്ച് എന്ന് പറഞ്ഞാൽ 10,000 rupees 400 റെഫറൽ ബോണസ്. ഇനി അത് 10,000 ആണെങ്കിൽ 1,000 rupees ആണ് റെഫറൽ ബോണസ് എടുത്ത് കിട്ടുന്നത്. അപ്പൊ ഒപ്പം തന്നെ ഇൻസെന്റീവിന് നമുക്ക് റിവാർഡ് പോയിന്റ് വോളിയം ആയിട്ട് വെച്ചിട്ടുണ്ട്. 37,500 വോളിയം പ്ലോട്ടിനും, 75,000 വോളിയം കോട്ടേജിനും, 10,000 വോളിയം LLPക്കും, 10,000 വോളിയം 10,000ന്റെ LLPക്കും. അങ്ങനെ വൈവിധ്യമാർന്ന കാറ്റഗറിയിൽ നമുക്ക് ഇതിന്റെ കാൽക്കുലേഷൻസ് നടത്താവുന്നതാണ്. അപ്പൊ ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ കമ്പനിയുടെ ഒരു യൂസേജ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരു വലിയൊരു യൂസേജ് ആയിട്ട് നിങ്ങൾക്ക് മാറുന്നുണ്ടാവും. ക്യുമുലേറ്റീവ് ഇൻസെന്റീവ് സിസ്റ്റം എന്നാണ് ഇതിനെ നമ്മൾ വിളിക്കുന്നത്. അപ്പൊ എന്താണ് ക്യുമുലേറ്റീവ് ഇൻസെന്റീവ് സിസ്റ്റം എന്ന് ചോദിച്ചാൽ, ഇന്ന് ജസ്പെയ്ഡിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ജസ്പെയ്ഡ് എന്ന് പറയുന്ന കമ്പനി ഇവിടെ നടത്തുന്ന സെയിലുകൾക്ക് ആനുപാതികമായിട്ടായിരിക്കും കമ്പനിയുടെ ഒരു മേജർ പ്രോഫിറ്റ് നമുക്ക് നൽകുന്നത്. അപ്പൊ ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ 1+1, അതായത് N+N എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ നിലവിൽ ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് വോളിയം പ്ലസ് കറണ്ട് നമ്പർ ഓഫ് വോളിയം, അതാണ് ഇൻസെന്റീവ്. ക്യുമുലേറ്റീവ് ചെയ്ത് നമ്മുടെ ഇൻസെന്റീവ് സ്ലാബിനെ വളർത്തുന്നുണ്ടാവും. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇന്ന് പുതുതായിട്ടൊരു വ്യക്തി
ജസ്പെയ്ഡിൽ വന്നു, ആ വ്യക്തി ഒരു 10,000 രൂപയുടെ ഷെയർ കമ്പനിയുടെ ഒരു പ്രൊജക്റ്റിലേക്ക് പാർട്ട്ണർ ആയി കഴിഞ്ഞാൽ ആ പ്രൊജക്ടിന്റെ 10% RP ആയിട്ട് കമ്പനി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം LLPക്കാണ് 10%, ബാക്കിയുള്ളതിന് ഡിഫറെന്റ് പെർസെൻറ്റേജുകളാണ്. എനിവേ 1,000 rupees ആണ്, 1,000 വോളിയമാണ് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? 1,000 വോളിയം നമ്മുടെ സ്റ്റാർട്ടിങ്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 1,500 വോളിയം. യെസ്, 1,500 വോളിയം അഥവാ 60 റിവാർഡ് പോയിന്റ് ആണ് നമ്മളുടെ സെക്കൻഡ് ഇൻകം ആയിട്ടുള്ള ഇൻസെന്റീവ് സിസ്റ്റം തുടങ്ങാനുള്ള ഒരു കമ്പനി വെച്ചിരിക്കുന്ന ഒരു ഇത്. അപ്പൊ നമ്മൾ വേറൊന്നും ചെയ്തില്ല, നമ്മളുടെ ഈ പണം നമ്മൾ വീണ്ടും ഒരു 10,000 rupees എടുക്കുകയോ അല്ലെങ്കിൽ നമ്മളുടെ കെയർ ഓഫ് ഉള്ള കസ്റ്റമേഴ്സിന് ഇത് സെൽ ഔട്ട് ചെയ്യുകയോ ചെയ്തപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു? 1,000 കഴിഞ്ഞ 1,000 പുതിയ 1,000 കമ്പനി ആഡ് ഓൺ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ പുതിയ 1,000 rupeesന്റെ 2% എന്നും നിലവിലുള്ള 1,000. നമുക്ക് ഒരിക്കലും വിചാരിക്കരുത് പഴയതിന്റെ എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടുമെന്നല്ല. നമ്മൾക്ക് ഈ പെർസെൻറ്റേജ് ഓഫ് സ്ലാബ് കൂട്ടാൻ വേണ്ടിയാണ് പഴയത് വെക്കുന്നത്. എന്നെങ്കിലും കമ്പനിയുടെ ഏറ്റവും ഹൈയസ്റ്റ് ഷെയർ ഹോൾഡർ ആകാൻ 95%. വൺസ് നമ്മൾ ഒരു പൊസിഷനിൽ എത്തിയാൽ ഒരിക്കലും ഇവിടെ ഒരു ഡീ പ്രൊമോഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ സ്റ്റെപ്പുകൾ ജസ്പെയ്ഡിന്റെ ഓരോ ഓഫീസർ റാങ്കിലേക്ക് നിങ്ങൾക്ക് എത്തുമ്പോൾ അത് എൻഷുവേർഡ് ആയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പൊ അത് നമുക്കൊരു എക്സാമ്പിൾ എടുത്താൽ 1 lakhന്റെ ഒരു LLP നമ്മളൊരു കസ്റ്റമറിന് കൊടുത്താൽ നേരെ നിങ്ങൾ ആകുന്നത് 4% ആണ് എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് എക്സിക്യൂട്ടീവ് ആണ്. ദെൻ ഒരു അടുത്ത മാസം നിങ്ങൾ ചെയ്യുന്നത് ഒരു 10 LLP ആണെങ്കിൽ, മീൻസ് 1,00,000ന്റെ 10 LLP ഉണ്ടെങ്കിൽ അപ്പൊ 10,000 വോളിയം ഇൻറ്റു 10. അപ്പൊ അവിടെ 1,00,000 വോളിയം കച്ചവടം നടക്കുമ്പോൾ നിങ്ങൾ നേരെ പോകുന്നത് അസിസ്റ്റന്റ് സെയിൽസ് മാനേജർ എന്ന തസ്തികയിലേക്കാണ്. അപ്പോൾ ആദ്യ മാസം നിങ്ങൾക്ക് 10,000ന്റെ 4% കിട്ടിയപ്പോൾ അടുത്ത മാസം നിങ്ങൾക്ക് 10,000ന്റെ 24% വെച്ച് കിട്ടി. അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതാണ് ക്യുമുലേറ്റീവ് ഇൻസെന്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തു വെച്ച വോളിയവും നമ്മൾക്ക് ഭാവിയിലേക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ പെർസെൻറ്റേജ്, നമുക്ക് തരുന്ന പെർസെൻറ്റേജ് കമ്പനി കൂട്ടി ഏറ്റവും ഹയസ്റ്റ് 95% വരെ തരാൻ കമ്പനി ഒരുക്കുന്നു. അപ്പൊ ഇതാണ് ക്യുമുലേറ്റീവ് ഇൻസെന്റീവ്. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത എക്സാമ്പിൾസ് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഏതായാലും മാർക്കറ്റിംഗ് ടീം, മാനേജർ ടീം, ജനറൽ മാനേജർ ടീം, അങ്ങനെ 17ഓളം റാങ്കുകളാണ് ഇന്ന് ജസ്പെയ്ഡിൽ ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആയിട്ട് നമുക്ക് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ഈ 17 ഓഫീസർ റാങ്കുകളിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് ഏവർക്കും എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ തന്നെ കാണാം. നിങ്ങളുടെ യൂസർ ID നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മൾ ഈ ഒരു ബിസിനസ് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചെയ്യാൻ തീരുമാനിക്കുന്നത് നമ്മൾക്ക് മൾട്ടിപ്പിൾ സോഴ്സ്, നമുക്കറിയാം ഇപ്പോൾ ഒരു ഇൻഷുറൻസ് മേഖലയിലായിക്കോട്ടെ, ഒരു ഫിനാൻസ് സ്ഥാപനങ്ങളിലായിക്കോട്ടെ, ഒരു മാനേജറിന് അദ്ദേഹത്തിന്റെ അണ്ടറിൽ ജൂനിയർ ഓഫീസേഴ്സ് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ അവിടെ മൾട്ടിപ്പിൾ ഓഫ് വോളിയൂംസ് ഉണ്ടാവും. ഇവിടെ നമ്മൾക്ക് ജൂനിയർ ഓഫീസേഴ്സ് ആയിട്ടോ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത കസ്റ്റമേഴ്സിനെ എംപവർ ചെയ്ത് അവർക്കൊരു ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു ക്യുമുലേറ്റീവ് സിസ്റ്റത്തിലൂടെ ഒരു 4 ടീമുകളെ ക്രിയേറ്റ് ചെയ്യുന്ന കരുതുക. ഒരു എക്സാമ്പിൾ ആണ്. 4, 5, 10, 20, 100 അൺലിമിറ്റഡ് നമ്പേഴ്സ് ഓഫ് ഇവിടെ കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ അൺലിമിറ്റഡ് നമ്പേഴ്സ് ഓഫ് ടീംസിനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ അൺലിമിറ്റഡ് നമ്പർ ഓഫ് എക്സിക്യൂട്ടീവ്സിനെ, ഓഫീസേഴ്സിനെ, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അതിനെ കാണാം. അപ്പൊ എനിവേ ഞാൻ ജസ്റ്റ് ഈ എക്സാമ്പിളിലേക്ക് കിടക്കുകയാണ്. ടീം 1 നിങ്ങൾക്ക് ഏകദേശം ഒരു 48,000 വോളിയം, അതായത് ഒരു 1,920 റിവാർഡ് പോയിന്റിന് കച്ചവടം. അത് ഈവൻ തോ ഞാൻ പറയുന്ന പല എക്സാമ്പിൾസ് നോക്കുകയല്ല, ഇപ്പൊ നമ്മൾ പറഞ്ഞ ആദ്യത്തെ പ്ലോട്ടോ അല്ലെങ്കിൽ കോട്ടേജോ ഷെയറോ എന്തുമായിക്കോട്ടെ, XYO, അതിൽ ടീം 1 അദ്ദേഹം ചിലപ്പോൾ ടീം 1 100 കസ്റ്റമേഴ്സ് ഉണ്ടാവും. അപ്പൊ മൾട്ടിപ്പിൾസ് ഓഫ് സെയിൽസിലൂടെ നടന്ന ഒരു 48,000 വോളിയം ഉണ്ടെന്ന് കരുതുക. ഇനി അത് ടീം 2 വരുമ്പോൾ അത് ഒരു 26,500, ടീം 3 വരുമ്പോൾ അതൊരു 99,000 വോളിയവും, ദെൻ ടീം 4 വരുമ്പോൾ അതൊരു 80,500. ഞാൻ റാൻഡം ആയിട്ടാണ് ഈ ഒരു കണക്ക് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സ്ലാബ് അനുസരിച്ച് ഈ ടീം 1ന്റെ ക്യാപ്റ്റൻ, ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു വ്യക്തി ആ 1ന്റെ ക്യാപ്റ്റൻ, ആ പെർസെൻറ്റേജ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും എന്ത്, ഇവിടെ ആ വ്യക്തിയുടെ പെർസെൻറ്റേജ് നിലവിൽ 18% ടീം 2ന്റെ ക്യാപ്റ്റൻ 12% ആയിട്ടുണ്ട്, ടീം 3യുടെ ക്യാപ്റ്റൻ 24%. അതായത് അവരുടെ വോളിയം ക്യുമുലേറ്റീവ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ഇതായിട്ടുണ്ടാവും. ഉദാഹരണത്തിന് നിങ്ങൾ ഓഗസ്റ്റ് മാസം നടന്ന, അതായത് ഇന്നേ ദിവസം നടന്ന സെയിലാണ്
നമ്മുടെ പേയ്മെന്റ്സ് ഡെയിലി പേയ്മെന്റ്സുകൾ ആയതുകൊണ്ടും ഇപ്പോൾ 2-3 ഡേയ്സിനുള്ളിൽ പേയ്മെന്റ്സ് റിലീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് അതാത് ദിവസം നടക്കുന്ന സെയിലാണ് നമ്മളിവിടെ കൗണ്ട് ചെയ്യുന്നത്. ഞാൻ ഈ കണക്ക് പറയുന്ന ഒരൊറ്റ ദിവസത്തെ സെയിൽ ആയിട്ട് നിങ്ങൾ അസ്യൂം ചെയ്താണ്. ഇപ്പൊ ഉദാഹരണം നമ്മൾ ചിന്തിച്ചാൽ ഇവിടെ നമ്മൾ ഈ ടോട്ടൽ വോളിയത്തിൽ നിന്ന് മാത്രം നമ്മൾ എത്തുന്നത് ഒരു 1,92,000 വോളിയമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതനുസരിച്ച് 30%, അതായത് ടീമിലൂടെ കമ്പനിയുടെ ഒരു സെയിൽസ് മാനേജറായി. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്ന വരുമാനം നോക്കിയാൽ നമ്മളിവിടെ ജസ്റ്റ് സ്ക്രീനിൽ നോക്കുക, യുവർ ഇൻസെന്റീവ്സ് അല്ലെ, യുവർ ഗ്യാപ്പ്, അതായത് നിങ്ങളും നിങ്ങളുടെ ആ ടീമുമായിട്ടുള്ള ഗ്യാപ്പ് അത് എത്രയാണെന്ന് നോക്കിയേ. ഫസ്റ്റ് ടീമിൽ നിന്ന് 12% കിട്ടും എന്ന് പറഞ്ഞാൽ അവർ നടത്തിയ അന്നേ ദിവസം നടത്തിയ വോളിയത്തിന്റെ ഉദാഹരണത്തിന് 48,000 വോളിയം ആണെങ്കിൽ ആ വ്യക്തി 18%, നിങ്ങൾ 30%. അപ്പം 30 - 18 12%. അപ്പൊ അപ്പുറം 48,000-ന്റെ 12% നിങ്ങളുടെ വരുമാനം. അപ്പോൾ 5,760 രൂപ. ഇനി ടീം 2-ൽ നിന്നോ 4,770 രൂപ. ഇവിടെ ഗ്യാപ്പ് കമ്മീഷൻ വരുന്നത്, ഗ്യാപ്പ് വരുന്നത് 18%. ഇനി ടീം 3-ൽ ഗ്യാപ്പ് വരുന്നത് 6% ആണ്. ടീം 4-ൽ വരുന്നത് 24% ആണ്. അങ്ങനെ ടോട്ടൽ നിങ്ങൾക്ക് അന്നേ ദിവസം ഉണ്ടാകുന്ന വരുമാനം എന്ന് പറയുന്നത് 20,910 റുപ്പീസ് ആണ്. അപ്പൊ ഇവിടെ ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ത്, നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ പെർമനന്റ് ആയിട്ടുള്ള റവന്യൂ കിട്ടുന്നത് ദാറ്റ് ഈസ് കോൾഡ് ക്യുമുലേറ്റീവ് ഇൻസെന്റീവ് സിസ്റ്റത്തിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റെഫറൽ ബോണസ് മേടിക്കുക എന്നുള്ളതായിരിക്കരുത് നിങ്ങളുടെ ചിന്ത, മറിച്ച് എൻ്റെ ടീം എത്രത്തോളം എനിക്ക് കൊണ്ടുവരാൻ പറ്റും, എത്രത്തോളം ആൾക്കാർക്ക് എനിക്ക് റെഫറൽ ബോണസ് കൊടുക്കാൻ പറ്റും എന്നതായിരിക്കണം നിങ്ങളുടെ ചിന്ത. അങ്ങനെയെങ്കിൽ ജസ്റ്റ് നോക്കുക, ഈ പ്രോഫിറ്റ് ലാഡർ എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങൾക്ക് ഈ ഒരു ഗ്യാപ്പ് നിങ്ങൾ നിൽക്കുന്ന സ്ഥാനം, ഇപ്പോൾ നിങ്ങളൊരു SBDMO DMO ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് പുതുതായിട്ടൊരു കസ്റ്റമറെ ആഡ് ഓൺ ചെയ്ത് ആ വ്യക്തി കയറി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ തമ്മിലുള്ള ഗ്യാപ്പ് വളരെ കൂടുതലായിരിക്കും. പക്ഷേ ആവറേജ് നമുക്കൊരു 2 ഓർഗനൈസേഷൻസ് ആണെങ്കിൽ പോലും മിനിമം ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 6% നമുക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് ഇത് ഒറ്റയ്ക്കും ചെയ്യാം, ടീമായിട്ടും ചെയ്യാം. നമ്മൾ ചെയ്യുന്നതിന് ഇവിടെ ഇതാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സിസ്റ്റങ്ങളിൽ അപലപിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ്പെയ്ഡ് ചെയ്യുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് എന്തുണ്ട്, ഇവിടെ ഒരു തരത്തിലുള്ള സീലിങ്ങോ, ഒരു തരത്തിലുള്ള സൈഡ് വോളിയൂംസോ, ഒരു തരത്തിലുള്ള പെയർ കമ്മീഷൻസോ ഒന്നും കമ്പനി അവകാശപ്പെടുന്നില്ല, ഒന്നും വേണ്ട. മറിച്ച് നിങ്ങൾ നടത്തുന്ന സെയിലിന് നിങ്ങൾക്ക് റവന്യൂ ഉണ്ടാവും, ഇൻസെന്റീവും ഉണ്ടാവും. അതാണ് ജസ്റ്റ്പെയ്ഡ് ഓഫർ ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ ഞാൻ ഒരു ഓൾറെഡി പറഞ്ഞിരുന്നു, ജസ്റ്റ്പെയ്ഡിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്, ഇപ്പോൾ ഈ ഒരു കാലം അല്ലെ, ഇപ്പൊ റിയൽ എസ്റ്റേറ്റിന്റെ കാലം കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ പെർമനന്റ് ആയിട്ട് ജസ്റ്റ്പെയ്ഡ് ആഗ്രഹിക്കുന്നത് ഇ കൊമേഴ്സ് തന്നെയാണ്. അത് ഇന്ന് ജസ്റ്റ്പെയ്ഡ് സ്വന്തമായിട്ട് മെനഞ്ഞെടുത്ത മീ കൊമേഴ്സ് അഥവാ മൈ ഇ കൊമേഴ്സിലേക്ക് തന്നെയാണ് ജസ്റ്റ്പെയ്ഡിന്റെ യാത്ര. കാരണം ഇന്ന് ലോകം മുഴുവനുള്ള വ്യക്തികളിലേക്ക് ആമസോൺ എത്തിയതുപോലെ തന്നെ ജസ്റ്റ്പെയ്ഡിന് എത്താൻ സാധിക്കുന്ന ഏറ്റവും നല്ല മേഖലയാണ്. അപ്പൊ അതും റിയൽ എസ്റ്റേറ്റ് ഓട്ടോമാറ്റിക്കലി മൈ ഇ കൊമേഴ്സിൽ ഒരു സബ് ബ്രാഞ്ച് ആയിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ വാഷിംഗ് മെഷീനും ടിവിയും അല്ലെ ബ്രാൻഡഡ് ആയിട്ടുള്ള എല്ലാ എക്വിപ്മെന്റ്സും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പിക്ചർ സൂം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈവൻ ഒരു ചെറിയ സ്വർണത്തിനോ അല്ലെങ്കിൽ ഈവൻ ഒരു മൊബൈൽ ഫോണിനോ ഒരു ഓട്ടോയ്ക്കോ എന്തിനും ഇവിടെ ഒരു തേയിലപ്പൊടിക്ക് പോലും നിങ്ങളത് സൂം ചെയ്ത് നോക്കിയാൽ റിവാർഡ് പോയിന്റും റെഫറൽ ബോണസും ഉണ്ട്, RBയും RPയും ഉണ്ട്. അപ്പോൾ നമ്മളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് അവർ ID ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കറി പൗഡർ മേടിച്ചാൽ 10 രൂപയുടെ കറി പൗഡർ മേടിച്ചാൽ ഒരു RBയും ഒരു RPയും ഉണ്ടെങ്കിൽ RB കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി 10 രൂപയുടെ സാധനം 9 രൂപയ്ക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ ആൾക്കാർ എടുക്കാനുള്ള ടെൻഡൻസി കൂടുന്നു. അങ്ങനെയെങ്കിൽ ആ 1 രൂപ ഇൻസെന്റീവ് ക്യുമുലേറ്റീവ് ഇൻസെന്റീവ് സിസ്റ്റത്തിലൂടെ മൾട്ടിപ്പിൾ നമ്പറിലൂടെ നിങ്ങൾക്ക് ഒരു വലിയൊരു ഇൻകംത്തിനൊരു സോഴ്സ് ആവും. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ അതിലേക്ക് പോകും മുമ്പ് നമ്മുടെ ഒരു പ്രൊഡക്റ്റോടെ ഈ മീ കൊമേഴ്സ് നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ജസ്റ്റ്പെയ്ഡ് പ്രൊഫൈൽ മേക്കർ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്റെ പ്രൊഫൈൽ കാണാൻ സാധിക്കും, എന്നെ കുറിച്ചുള്ള ഡീറ്റെയിൽ, ഞാൻ ചെയ്യുന്ന ബിസിനസ് എന്താണ് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സാധിക്കുന്നുണ്ട് ഒരു പ്രൊഫൈലാണ്. ഈ പ്രൊഫൈലിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ്പെയ്ഡ് മീ കൊമേഴ്സ് എന്നൊരു ബട്ടൺ ഉണ്ട്. നമുക്കിത് വാട്സ്ആപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ പ്രൊഫൈൽ ഷെയർ ചെയ്തുകൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരിത് ക്ലിക്ക് ചെയ്ത് സാധനം മേടിക്കുന്നതിലൂടെ അതിന്റെ എല്ലാ കമ്മീഷനും നിങ്ങൾക്ക് വരുന്നുണ്ടാവും. യൂസർ ID ക്രിയേറ്റ് ചെയ്യാത്ത എല്ലാ കസ്റ്റമേഴ്സിന്റെയും എല്ലാ തരത്തിലുള്ള കമ്മീഷൻ, പ്രധാനമായിട്ടുള്ള 2 ഇൻകവും നിങ്ങൾക്ക് തന്നെ അവകാശപ്പെട്ടതായിരിക്കും. അപ്പോൾ ജസ്റ്റ്പെയ്ഡ് പ്രൊഫൈൽ മേക്കറിനെ കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞു. അപ്പോൾ ഇവിടെയാണ് ഇനി മീ കൊമേഴ്സ് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് നമ്മുടെ യൂസർ ID
ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു 4 ടീം നിങ്ങൾ കൊണ്ടെന്ന് കരുതുക. എല്ലാ ടീമിലും ഒരു 250 കസ്റ്റമേഴ്സ് വീതം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ടോട്ടൽ ഒരു 1000 നമ്പേഴ്സ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ടെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അങ്ങനെയെങ്കിൽ ഒരു 5000 രൂപയുടെ ഒരു ഗ്രോസറി ഇപ്പോഴല്ല, 2025-26 കാലഘട്ടങ്ങളിൽ നമ്മളിപ്പോൾ ഓൾറെഡി സൂപ്പർ മാർക്കറ്റുകൾ, ഹൈപ്പർ മാർക്കറ്റുകൾ നമുക്കുണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഒരു 5000 റുപ്പീസിന്റെ ഒരു ഗ്രോസറീസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്, 10 റെഫറൽ ബോണസും 40 റിവാർഡ് പോയിന്റും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഏകദേശം മനസ്സിലായി കാണും. 10 × 25, 40 × 25. അപ്പോൾ 40 × 25 എന്ന് പറഞ്ഞാൽ 1000 വോളിയമാണ്. അപ്പോൾ 10 × 25 എന്ന് പറഞ്ഞാൽ 250 രൂപ ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ ആ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ നോക്കുന്നില്ല. ഏതായാലും റിവാർഡ് പോയിന്റിന്റെ കാൽക്കുലേഷൻ മാത്രം ഒന്ന് ചെക്ക് ചെയ്തോളൂ. 40 റിവാർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 1000 വോളിയം. അങ്ങനെയെങ്കിൽ ഓരോ ടീമിൽ നിന്ന് ടോട്ടൽ 2.5 ലക്ഷത്തിന്റെ വോളിയം നമുക്ക് ക്രിയേറ്റഡ് ആയി ലഭിക്കുകയാണ്. അപ്പൊ ഇവിടെ വരുന്ന മിനിമം ഗ്യാപ്പ് എന്ന് പറയുന്നത് 12% വരുന്നുണ്ട്. അപ്പോൾ മിനിമം 12% ഗ്യാപ്പ് വരുമ്പോൾ ഇവിടെ നമ്മുടെ ഓരോ ടീം ക്യാപ്റ്റൻസിനും ഉണ്ടാവുന്ന ഇൻകം എന്ന് പറയുന്നത് 30,000 വെച്ച് നമ്മുടെ ഓരോ ടീമിന്റെ ക്യാപ്റ്റൻസിനും ഉണ്ടാകുന്നുണ്ട്. അത് അവരുടെ ഗ്യാപ്പ് അനുസരിച്ച് ഒരു 12% ഗ്യാപ്പ് അനുസരിച്ച് മിനിമം അവർക്ക് 250 കസ്റ്റമേഴ്സിൽ നിന്ന് അവർക്കത് ലഭിക്കുന്നുണ്ടാവും. ഇനി ടോട്ടൽ അത് നമ്മുടെ ടോട്ടൽ 4 ടീമിന്റെയും കൂടെ RP വോളിയത്തിൽ എടുത്തു കഴിഞ്ഞാലോ അത് 10 lakhs വോളിയത്തിൽ നമുക്ക് ലഭിക്കുന്നത് 1,20,000 റുപ്പീസ് ആണ്. ജസ്റ്റ് ഒരു 1000 കസ്റ്റമറിൽ നിന്ന് നമുക്ക് ഓരോരുത്തരും അവരുടെ വീട്ടിലേക്ക് നടത്തുന്ന പർച്ചേസ് അവർക്ക് ലാഭം കിട്ടുന്നു. പുറത്ത് മേടിക്കുന്ന ബ്രാൻഡഡ് പ്രൊഡക്ട്സുകളിൽ നിന്ന് കിട്ടാത്ത ലാഭം നമ്മളിൽ നിന്ന് നമ്മുടെ ജസ്റ്റ് പെയ്ഡിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതിലൂടെ അവർക്ക് അവസരം ഒരുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കസ്റ്റമേഴ്സ് എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു പ്ലാറ്റ്ഫോം നമ്മൾ സെറ്റ് ചെയ്തിട്ടാൽ ഇതിനുവേണ്ടി നമ്മൾ രാപ്പകലില്ലാതെ ഒരു 1 year ഒന്ന് ഇറങ്ങി തിരിച്ചാൽ 1000 എന്നുള്ളത് 10,000 കസ്റ്റമേഴ്സ് നിങ്ങൾക്കായാൽ 1,20,000 എന്നുള്ളത് 12 ലക്ഷം രൂപയാവും. 10,000 എന്നുള്ളത് 1 lakh ആയാൽ നിങ്ങളുടെ പെർ മന്ത് ഇൻകം എന്ന് പറയുന്നത് മിനിമം 1 crore ആണ്. ഇതാണ് ജസ്റ്റ് പെയ്ഡിന്റെ പോസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പോസിബിലിറ്റി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചല്ല, ഇതൊരിക്കലും ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങോ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് രീതികളുടെ പുതിയ നമ്മൾ കണ്ടിട്ടുള്ള സമ്പ്രദായങ്ങളൊന്നുമല്ല. നമുക്കിവിടെ ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് ഹാർഡ് വർക്കാണ്. കാരണം നമ്മൾ തന്നെ ഓടി നടന്ന് പറയണം. പക്ഷെ മറിച്ച് നമ്മൾ കസ്റ്റമർ ക്രിയേഷൻ ത്രൂ ഗ്രൂപ്പ്സ് ആണ് ഇന്ന് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്ന ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ. അപ്പം അതിലേക്ക് നമ്മൾ ചെയ്യുമ്പോഴാണ് കസ്റ്റമർ ക്രിയേഷൻ ത്രൂ സ്മാർട്ട് വർക്ക് അല്ലെങ്കിൽ ഗ്രൂപ്പ് ക്രിയേഷനിലൂടെ ചെയ്യുമ്പോൾ അതിനൊരു ഗുണമുണ്ട്, റോയൽറ്റി ആൻഡ് പാസീവ് ഇൻകം. എന്താണ് റോയൽറ്റി ആൻഡ് പാസീവ് ഇൻകം? ഞാൻ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതില്ലെന്ന് വിശ്വസിക്കുന്നു. കാരണം നമ്മളില്ലെങ്കിലും നമ്മുടെ കുടുംബത്തിന് കിട്ടുന്ന വരുമാനം ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു 1000 കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് ഒരു 1 year കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. അവർ വീട്ടിലേക്ക് മേടിക്കുന്ന ഇൻകം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വരുന്നത്. നിങ്ങളുടെ കുടുംബം എത്രത്തോളം സെക്യൂർ ആവുമെന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാ മാസവും ഒരു 1 lakh റുപ്പീസ് നമ്മളില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഇന്ന് എത്ര തലമുറകൾക്ക് വരെ അത് മാറിക്കൊടുക്കാനായിട്ട് സാധിക്കും. അവിടെയാണ് ജസ്റ്റ് പെയ്ഡ് ഇന്റർനാഷണൽ എന്ന കമ്പനിയുടെ ഒരു പോസിബിലിറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതാണ് റോയൽറ്റി ആൻഡ് പാസീവ് ഇൻകം ഓഫ് ജസ്റ്റ് പെയ്ഡ്. അതിന് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഈ ക്യുമുലേറ്റീവ് ഇൻസെന്റീവ് സിസ്റ്റം. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എനിവേ ഇവിടെ ഞാൻ ഒരു കാൽക്കുലേഷനൂടെ പറയുകയാണ്. നിങ്ങൾ അധികം ഒന്നും ചെയ്യേണ്ട, ഇപ്പൊ 10, 20, 100 ഒന്നും പോകണ്ട. നമ്മൾ ഒരു പവർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ എന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സിസ്റ്റത്തിൽ വരുമ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന്റെ ആദ്യത്തെ റെഫറൽ ബോണസ് നിങ്ങൾക്കുള്ളതെന്ന് ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ഒരു റെഫറൽ ബോണസ് സിസ്റ്റത്തില് ലെവൽ 1 എന്ന് നമുക്ക് തന്നെ എടുക്കാം. നമ്മളൊരു 4 കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്തു. ഈ 4 കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്തതിലൂടെ 4 ടോട്ടൽ കസ്റ്റമേഴ്സ് നമുക്ക് 4 ആയി. ഇനി അത് ആ 4 കസ്റ്റമേഴ്സും നിങ്ങൾക്ക് വേണ്ടിയല്ല ജോലി ചെയ്യുന്നത്, മറിച്ച് അവർക്ക് വേണ്ടിയാണ്. അവർക്ക് വേണ്ടി വരുമാനം മേടിക്കാനായിട്ട് അധ്വാനിക്കുമ്പോൾ ആ 4 എന്നുള്ളത് 4 × 4 16 ആവുന്നുണ്ടാവും. ഇനി അത് 16, 64, അങ്ങനെ അത് 256, അങ്ങനെ ഒരു 7 സ്റ്റെപ്പ്, അത് 7 ദിവസം കൊണ്ടായിക്കോട്ടെ, 7 ആഴ്ച കൊണ്ടായിക്കോട്ടെ, 7 മാസം കൊണ്ടായിക്കോട്ടെ, അത് ഡ്യൂപ്ലിക്കേഷൻ ചെയ്താൽ ടോട്ടൽ 20,000+ കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് ഇതിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു വെറും 1000 കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഉണ്ടായ ബെനിഫിറ്റ് നിങ്ങൾ കണ്ടു. ഒരു 7 മാസം കൊണ്ട് ഒരു 20,000 കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്താൽ 21,844 കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്താൽ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്താണെന്നുള്ളത്. ഈ കസ്റ്റമേഴ്സിനെല്ലാം ഇവർ പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്റ്റിൽ മാർക്കറ്റിൽ കിട്ടുന്നതിലും വിലക്കുറവിൽ കിട്ടാനുള്ള ഓപ്ഷൻ, അതായത് റെഫറൽ ബോണസ് എന്ന് പറയുന്നത് അവർക്ക് കൊടുത്തതിലൂടെ നമുക്ക് ഒരൊറ്റ വരുമാനം മതി ജസ്റ്റ് പെയ്ഡ് ചെയ്യുന്നത്. ആദ്യം റെഫറൽ ബോണസ് കസ്റ്റമറിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിനുശേഷം കിട്ടുന്ന റെഫറൽ ബോണസ് കസ്റ്റമേഴ്സിന് തന്നെ എടുക്കുക. കാരണം എന്താ, അത് കസ്റ്റമേഴ്സിന് ഒരു പ്രിവിലേജ് അല്ലേ.
അങ്ങനെയെങ്കിൽ ആ ഒരൊറ്റ ഇൻകത്തിലൂടെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് എത്രയോ ലക്ഷം രൂപങ്ങൾ ജസ്പെയ്ഡിലൂടെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഓൾറെഡി സൂചിപ്പിച്ച പോലെ ഇവിടെ ജസ്പെയ്ഡ് എന്ന് പറയുന്ന കമ്പനി, ഈ ഒരു കമ്പനിയുടെ ഒരു എഫിഷ്യൻസി നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു മാനേജ്മെന്റ് 1999 ആരംഭിച്ച് ഇന്ന് 25ാം വർഷത്തിലേക്ക് കടക്കുന്ന ജസ്പെയ്ഡ് സിൽവർ സ്പൂൺ എന്ന് പറയുന്ന കമ്പനി, തീർച്ചയായിട്ടും ആ ഒരു മാനേജ്മെന്റ് ഈ ഒരു കരവലയത്തിൽ നമ്മൾ സേഫ് തന്നെയാണെന്ന് പറയാം. ഇ കൊമേഴ്സും ഹൈപ്പർ മാർട്ടും ഓട്ടോമൊബൈൽസും വെൽനസും ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും ഇ കൊമേഴ്സും അങ്ങനെ പ്ലാന്റേഷൻ വരെ എത്തി നിൽക്കുന്ന ഒരു എഫിഷ്യൻസി ഈ മാനേജ്മെന്റിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒപ്പം തന്നെ നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ നിഷാദ് ടി എ സാറും ചെയർമാൻ നിസാദ് ടി എ സാറും അല്ലെ, ഇവരുടെ പല സ്ഥലങ്ങളിലുള്ള അവരുടെ ട്രെയിൻഡ് ആയിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള മാനേജ്മെന്റ് തന്നെയാണ്. ലൈഫ് കോച്ച്, കരിയർ കോച്ച്, ഹിപ്നോതെറാപ്പിസ്റ്റ്, റിലേഷൻഷിപ്പ്, മൈൻഡ് പവർ ട്രെയിനേഴ്സ് ആണ്, സക്സസ് കോച്ച്, ബിസിനസ് കോച്ച്, ട്രാൻസ്ഫോർമേഷൻ കോച്ച്, മെഡിറ്റേഷൻ പ്രാക്ടീഷണർ, അങ്ങനെ ഒരുപാട് മേഖലകളിൽ രണ്ടുപേരും വളരെ അധികമായിട്ട് അല്ലെ അറിവിലേക്ക് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. സോ അപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞു, വളരെ ശക്തമായിട്ടുള്ള ഒരു മാനേജ്മെന്റ് നമ്മുടെ കൂടെ ഉണ്ട്. മാർക്കറ്റിംഗ് ടീം ആയിക്കോട്ടെ, അതിലൊപ്പം തന്നെ കമ്പനി മാനേജ്മെന്റും വളരെ ശക്തമായിട്ട് ഇന്ന് നമ്മുടെ ഈ പടത്തിൽ കാണുന്ന പോലെ ശക്തമായ വേരുകളിലായിട്ട് നമ്മുടെ കരങ്ങൾ പിടിക്കാനായിട്ട് ഒപ്പമുണ്ടാവും. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ ജീവിതം ആരംഭിച്ച ഒരു ദിവസം, ഒരു പ്രോമിസ്, ഞങ്ങളുടെ ലൈഫ് ആരംഭിച്ച ആ ദിവസത്തിന്റെ ഒരു ചെറിയൊരു ക്ലിപ്സിലേക്ക് നമുക്ക് പോവാം. സോ ഔട്ട് ടു ദ വീഡിയോ. ജോസഫ് എന്ന് പറയുന്ന വ്യക്തി കാർ അച്ചീവറായി 22ാം തീയതി അപ്പോൾ ഇവിടെ ഇനിയും സൂമിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, സൂം എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇനി നമുക്ക് ചിന്തിക്കേണ്ടത്. കാരണം സൂമിലൂടെ നമ്മൾ ഇവിടെ ഈ ഒരു സൂം പ്ലാറ്റ്ഫോം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ക്യൂബേഴ്സ് ലേണിംഗ് പാനൽ എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ ടോട്ടൽ ഒരു സപ്പോർട്ട് നിങ്ങളിലേക്ക് ലഭിക്കുമെന്നുള്ളത് വളരെ ശക്തമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ പടിപടികളായിട്ട്, കാരണം നമുക്ക് ഒരിക്കലും ഒരു വിജയം നമ്മളിലേക്ക് പെട്ടെന്ന് ഓടിയെത്തില്ല, മറിച്ച് നമ്മൾ ഇതിൽ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ പടിപടിയായിട്ട് ആ വിജയത്തിൽ എത്തുക. അപ്പോൾ പടിപടിയായി ജസ്പെയ്ഡിനെ അറിയുക, പടിപടിയായി ജസ്പെയ്ഡിൽ വളരുക. അങ്ങനെ വളർച്ചയിലൂടെ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് ഓരോന്നിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് അതിന് വേണ്ടത് ഒരു ആഗ്രഹമാണ് അല്ലെ. നിങ്ങളുടെ ആഗ്രഹത്തെ നിങ്ങൾ വലിച്ചു പിടിക്കുമ്പോൾ മറ്റുള്ള നിങ്ങളുടെ പഴയ അഹങ്കാരവും അനുഭവവും വിശ്വാസവും അറിവും എല്ലാം നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നു. പക്ഷെ അവിടെ ആഗ്രഹത്തെ ശക്തമായി നിർത്തിക്കൊണ്ട് നിങ്ങൾ നിന്നാൽ ഓട്ടോമാറ്റിക്കലി ഓരോന്നും നമ്മളിൽ നിലവിൽ നിന്നിരുന്ന പലതിനെയും മുറിച്ചു കളയുവാനും അവ കൊഴിഞ്ഞു പോകാനും അതിലേക്ക് സാധിക്കും. അങ്ങനെയെങ്കിൽ നമ്മുടെ സൂമിന്റെയും മെഡിറ്റേഷന്റെയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെഷൻസ് ജസ്പെയ്ഡിൽ നമ്മളിത് നടത്തുന്നുണ്ട്. ആ പ്രോഗ്രാംസിലൊക്കെ വളരെ ശക്തമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ നിങ്ങളെ സംബന്ധിച്ച് ഇനി കാണിക്കാൻ പോകുന്ന ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇത് നമ്മുടെ ജീവിതത്തിൽ വലിയ പാഠമാണ്. പലപ്പോഴും ദാരിദ്ര്യത്തിന്റെ പല പടുകുഴിയിൽ വീഴുമ്പോഴും അവിടെ നിന്ന് വിജയിക്കണമെന്നുള്ള ഒറ്റ ആഗ്രഹത്തിൽ തിരിച്ചു വരാൻ സാധിക്കുന്ന ഒരുപാട് പേർക്ക് വേണ്ടി ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാണ്. സോ ഔട്ട് ടു ദാറ്റ് വീഡിയോ. El Dorado. നമ്മെ പിടിച്ചു വലിക്കാൻ വരുന്ന ശക്തികളെ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ നമ്മളെ മൊത്തത്തിൽ വിഴുങ്ങാൻ പോകുന്നവയിൽ നിന്ന് നമുക്ക് അതിനെ തിരിച്ച് നമ്മുടെ ഭക്ഷണമാക്കി മാറ്റി നമുക്ക് വിജയിക്കാൻ സാധിക്കുമ്പോഴാണ് ജീവിതത്തിലെ ചരിത്രങ്ങൾ പിറക്കുക. ആ ചരിത്രത്തിന്റെ താളുകളിൽ നിങ്ങൾ എത്തിച്ചേരുമ്പോൾ തീർച്ചയായിട്ടും അതിന് എത്തിച്ചേരാനുള്ള ചെറിയ വഴികളിലൂടെ ഉണ്ട്. കോർ വാല്യൂസ് ടു ബിക്കം വെൽത്തി. അതില് ആദ്യത്തെ 7 പോയിന്റ്സുകളിൽ നമ്മൾ നോക്കുക. I shall be always coachable. I shall be always versatile. I shall be always action oriented. I shall be always likable. I shall be always empathetic.
ഐ ഷാൽ ബി ഓൾവേസ് സിൻസിയർ ആൻഡ് ഐ ഷാൽ ബി ഓൾവേസ് യുണൈറ്റഡ്. തീർച്ചയായിട്ടും ഈ ഒരു 7 പോയിന്റുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വെക്കുക. കോച്ചബിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, മറ്റുള്ള വ്യക്തികളിലേക്ക് നമ്മളെക്കാൾ ഉയർന്ന് നമ്മളെ വിജയിപ്പിക്കാൻ ഒരു വ്യക്തി വന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പരിശീലനത്തിലേക്ക് മാറാൻ തയ്യാറാകുക. വേഴ്സറ്റൈൽ എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ ആയിരിക്കുക. നമുക്കറിയാം ഇപ്പോൾ നമ്മളുടെ ക്ലേ എന്ന് പറയുന്ന സാധനം അല്ലെ, കളിമണ്ണ്, ആ ക്ലേ പല രീതിയിൽ ഫ്ലെക്സിബിൾ ആയിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇഷ്ടമുള്ള ശിലയാക്കി മാറ്റാൻ സാധിക്കുക. അങ്ങനെ നല്ലൊരു ശിലയാക്കി മാറ്റണമെങ്കിൽ നമ്മളൊരു ഫ്ലെക്സിബിലിറ്റി മെന്റാലിറ്റി ക്രിയേറ്റ് ചെയ്യണം. ദെൻ ഓൾവേസ് ആക്ഷൻ ഓറിയന്റഡ്. കാരണം ഒരു വർഷം ജസ്പെയ്ഡിന് നൽകുന്നു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഒരു വർഷം എന്ത് ആക്ഷൻ നമ്മൾ നടത്തി എന്നുള്ളതായിരിക്കണം. അടുത്തത് ലൈക്കബിൾ. നമ്മൾക്ക് ഈ ഒരു ബിസിനസിനെ സംബന്ധിച്ച് ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാകണം. നമ്മുടെ നോട്ടത്തിലും പെരുമാറ്റത്തിലും എല്ലാം നമ്മളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന ഒരു ലൈക്കബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. അടുത്തത് എംപത്തറ്റിക്. സിമ്പത്തറ്റിക് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു മരണ വീട്ടിൽ ചെന്നാൽ നമ്മൾ സിമ്പതി കാണിക്കാറുണ്ട്. പക്ഷെ ആ മരണ വീട്ടിൽ തന്നെ ആ കുടുംബത്തിൽ അവിടെ മരിച്ചു കിടക്കുന്ന വ്യക്തി അത് നമ്മുടെ ആളായിട്ട് നമ്മൾ അവർക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോൾ എമ്പതി എന്ന് പറയുന്നത് ഉണരുകയാണ്. അതായത് സഹാനുഭൂതി. ഇനി അതായിക്കോട്ടെ, അതുപോലെ ഈ ബിസിനസ്സിലും നിങ്ങൾ എംപത്തറ്റിക്, ഇത് എൻ്റെ കമ്പനിയാണ്, ജസ്പെയ്ഡ് എൻ്റെ സ്വന്തമാണ് എന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങളുടെ ദിവസം തുടങ്ങുകയാണ്. സിൻസിയാരിറ്റി ഇല്ലാതെ, സത്യസന്ധതയില്ലാതെ ജീവിതത്തിൽ എങ്ങും വിജയിക്കാൻ സാധിക്കില്ല. ഒപ്പം യുണൈറ്റഡ്, ഒരുമയുണ്ടെങ്കിൽ ഉലക്കപ്പുറത്തും കിടക്കാം എന്നുള്ള തിയറി അല്ലെ. ശരിക്കും ക്യൂബേഴ്സ് എന്ന വാക്കിന്റെ ആപ്തവാക്യം തന്നെയാണ്. ക്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുമ. ഒത്തൊരുമിച്ച് നമുക്ക് ജയിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാവിധ സ്വപ്നങ്ങളെയും സാക്ഷാത്കരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ആ സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും ക്യൂബേഴ്സ് എന്നും നിങ്ങളുടെ ഒപ്പം ഉണ്ടാകും. ഞങ്ങളുടെ ഈ ലേണിംഗ് പാനൽ, നിങ്ങളുടെ ഈ ഒരു ഡ്യൂപ്ലിക്കേഷൻ, ദ പവർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ നടത്തുന്നത് തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം നിന്ന് ഈ സിസ്റ്റം ആയിരിക്കും. അങ്ങനെയെങ്കിൽ എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് നേരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ.